ശ്രീ മഹാദേവ്യൈ നമ. സൗന്ദര്യലഹരി 73 ശ്ലോകമാണ് ഇന്ന് വർണ്ണിക്കുന്നത്. ഈ ശ്ലോകത്തിൽ അമ്മയുടെ സ്തനങ്ങളുടെ മഹാത്മ്യമാണ് ആചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. ഹിമവാന്റെ വംശത്തിൻ്റെ പതാകയായിട്ടാണ് ദേവിയെ ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നഗപതി പതാകേ, പർവ്വതരാജാവായ ഹിമവാന്റെ വംശത്തിൻ്റെ വൈജയന്തിയായിട്ടാണ് പാർവതീദേവിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഹിമവാന്റെ വംശത്തിൻ്റെ അഭിമാന പതാകയാണ് ഭഗവതി. അതുപോലെ അമ്മയുടെ 2 കുജങ്ങളും അമൃതരസം നിറച്ച മാണിക്യ കുംഭങ്ങളായിട്ടാണ്, കുടങ്ങളായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവ പാനം ചെയ്യുന്നതോ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനുമാണ്. ഈ അമൃതരസം പാനം ചെയ്തതിനാൽ ഇവർ 2 പേരും അന്നും ഇന്നും കുമാരന്മാരായി തുടരുകയാണ്. അതുപോലെ ഗണപതി ഭഗവാനെ ഇവിടെ ദ്വിരഥവദനൻ എന്നും, അതായത് ഗജമുഖനായ ഗണപതിയും ക്രൗഞ്ചദലനൻ, അത് ഷൺമുഖൻ്റെ മറ്റൊരു പര്യായമാണ്, ക്രൗഞ്ചദലനൻ. ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നതിൽ 2 സംഭവങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി, നരകാസുരൻ്റെ സുഹൃത്തായ ക്രൗഞ്ചൻ എന്ന അസുരനെ സുബ്രഹ്മണ്യസ്വാമി വധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ക്രൗഞ്ചൻ എന്ന അസുരനെ വധിച്ചതിനാൽ ക്രൗഞ്ചദലനനായി തീർന്നു. പിന്നെ മറ്റൊരു കഥ, ക്രൗഞ്ചം എന്ന പർവ്വതത്തെ കുന്തം കൊണ്ട് പിളർന്ന സുബ്രഹ്മണ്യസ്വാമി. കാരണം ഒരിക്കൽ ഇന്ദ്രനും സുബ്രഹ്മണ്യസ്വാമിയും തമ്മിലൊരു തർക്കമുണ്ടായി. മധ്യസ്ഥത നിർവഹിച്ചത് ക്രൗഞ്ചനായിരുന്നു. എന്നാൽ ക്രൗഞ്ചൻ ഇന്ദ്രനോട് പക്ഷപാതം കാണിക്കുകയും ഇതിൽ ക്ഷുഭിതനായ സുബ്രഹ്മണ്യസ്വാമി ക്രൗഞ്ചനെ കുന്തം കൊണ്ട് പിളർത്തി. അങ്ങനെ അദ്ദേഹം ക്രൗഞ്ചദലനനായി തീർന്നു. അതുപോലെ പരാശക്തിയുടെ സ്തന്യം നുകർന്ന് നിത്യയൗവനം നേടി കുമാരന്മാരായി ജരാനര ബാധിക്കാതെ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും പ്രശോഭിക്കുന്നു. സൗന്ദര്യലഹരി ശ്ലോകം 73 പാരായണം ചെയ്യാം. അമൂതേ വക്ഷോജൗ അമൃതരസമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദോ നഗപതി പതാകേ മനസിനഃ പിബന്ധൗ തൗ യസ്മാത് അവിദിതവധൂ സംഗരസികൗ കുമാരാവദ്യാപി ദ്വിരഥവദന ക്രൗഞ്ചദലനൗ. 73 ശ്ലോകത്തിൻ്റെ പദാർത്ഥം പറയാം. അമൂതേ വക്ഷോജൗ, അമ്മയുടെ ഈ 2 വക്ഷോജങ്ങൾ അമൃത രസമാണിക്യ കുതുപൗ, അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യ തോൽക്കുടങ്ങളാകുന്നു. ന സന്ദേഹസ്പന്ദ, ലേശം പോലും സംശയമില്ല. നഗപതി പതാകേ, അമ്മയെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ പർവ്വതരാജ വൈജയന്ത്യേ, പർവ്വതരാജ പതാകേ, മനസി നഃ, ഞങ്ങളുടെ മനസ്സിൽ, പിബന്ധൗ തൗ, അവയെ പാനം ചെയ്യുന്ന, യസ്മാത്, എന്തുകൊണ്ടെന്നാൽ, അവിദിത വധൂസംഗ രസികൗ, സ്ത്രീ സംഗരസത്തെ അറിയാത്ത, കുമാരൗ അദ്യാപി, കുമാരന്മാർ തന്നെ ഇന്നും, അദ്യാപി എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെ. ദ്വിരഥ വദന ക്രൗഞ്ചദലനൗ, ഗണപതി ഭഗവാനും അറുമുഖനായ ഷൺമുഖൻ, ഇവർ 2 പേരുമാണ് അമ്മയുടെ അമൃതരസം തുളുമ്പുന്ന സ്തന്യം പാനം ചെയ്ത് സ്ത്രീ സംഗരസത്തെ അറിയാതെ അവർ കുമാരന്മാരായി, നിത്യ കുമാരന്മാരായി പരിലസിക്കുന്നു. അല്ലയോ ദേവി, നിന്തിരുവടിയുടെ ഈ വക്ഷോജങ്ങൾ
സ്തനങ്ങൾ അമൃതം നിറച്ച 2 മാണിക്യ കുംഭങ്ങളാകുന്നു. അതിന് യാതൊരു സന്ദേഹവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവയെ പാനം ചെയ്യുന്ന ഗജമുഖനും ഷൺമുഖനും സ്ത്രീ സംഗരസത്തെ അറിയാതെ എന്നും ഒരേ നിലയിൽ ശിശുക്കളായി തന്നെ ഇരിക്കുന്നു. അതിനാൽ സ്തന്യം അമൃതവും സ്തനം അമൃതം നിറഞ്ഞ രത്നകുംഭവുമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അമൃതത്തിനല്ലാതെ സ്തന്യത്തിന് യൗവനാദ്യ അവസ്ഥാന്തര പ്രാപ്തിയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് അമൃതം തന്നെയാകുന്നു എന്ന് സാരം. ഈ ശ്ലോകത്തിന് നൈവേദ്യമായി കരുതേണ്ടത് മധുവും പാലുമാണ്. ഇതിൻ്റെ ഫലശ്രുതിയായി പറയുന്നത് സമൃദ്ധിയും, അതുപോലെ മുലപ്പാലില്ലാത്തവർക്ക് മുലപ്പാൽ ഉണ്ടാകാനും ഈ ഒരു ശ്ലോകം പര്യാപ്തമാണ്. ഫലശ്രുതിക്കപ്പുറം മഹാദേവിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പൂർണ്ണ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. ശ്രീ മൂകാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു.